കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാനും ഷാരുവും. അപ്പൊ രാവിലെ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അത് കാരണം ഉറക്കപ്പിച്ചിലായിരുന്നു ഞാൻ. ആ ഒരു ഉറക്കപ്പിച്ചിൽ ട്രോളി കൊണ്ടുവന്ന് അവിടെയും ഇവിടെയൊക്കെ മുട്ടിച്ച് നാട്ടുകാരൊക്കെ കൊണ്ട് ഇടിച്ച് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ അലമ്പായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഷാരു എൻ്റെ അടുത്ത് പറഞ്ഞു, മോളൊരു സൈഡിലേക്ക് മാറിയിരുന്നു കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കോളാം. അങ്ങനെ ഞാൻ മാറിയിരുന്നു കേട്ടോ കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് എയർപോർട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്തവണ നമ്മൾ നാട്ടിൽ പോകുന്നത് ഷാരുവിന്റെ സിസ്റ്ററുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഒരു 4-5 ദിവസം നാട്ടിലുണ്ട്. അപ്പൊ നാട്ടിൽ ചെന്നിട്ട് വേണം ഇനി നമുക്ക് വെഡ്ഡിങ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ. അപ്പൊ എല്ലാം ഭയങ്കര ക്വിക്കായിട്ട് വേണം ഇനി ചെയ്യാനൊക്കെ. ഒന്നിനും സമയമില്ല സത്യം പറഞ്ഞാൽ. അതും കല്യാണം കാശ്മീർ വെച്ചിട്ടാണ്. ആ ഒരു 5 ദിവസത്തിനുള്ളിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം വേണം പിന്നെ നമുക്ക് കാശ്മീർ പോകാൻ. അപ്പൊ വരുന്ന വഴിക്ക് നല്ല വിറ്റായിരുന്നു കേട്ടോ. ഏതോ ഒരു ഷോപ്പിന്റെ പേരാണ്, വിറ്റെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ തൽക്കാലം ലേറ്റ് ആയിട്ടൊരു കോഫിയും ക്രസോണൊക്കെ കഴിച്ച് ഒതുക്കി. ബാക്കി ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതിനുശേഷം ഗേറ്റിന്റെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കയറി. ഇനി കുറച്ച് ദിവസത്തേക്ക് നാട്ടിലെ വിശേഷങ്ങളും കല്യാണത്തിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം ട്ടോ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാനും ഷാരുവും. അപ്പൊ രാവിലെ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അത് കാരണം ഉറക്കപ്പിച്ചിലായിരുന്നു ഞാൻ. ആ ഒരു ഉറക്കപ്പിച്ചിൽ ട്രോളി കൊണ്ടുവന്ന് അവിടെയും ഇവിടെയൊക്കെ മുട്ടിച്ച് നാട്ടുകാരൊക്കെ കൊണ്ട് ഇടിച്ച് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ അലമ്പായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഷാരു എൻ്റെ അടുത്ത് പറഞ്ഞു, മോളൊരു സൈഡിലേക്ക് മാറിയിരുന്നു കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കോളാം. അങ്ങനെ ഞാൻ മാറിയിരുന്നു കേട്ടോ കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് എയർപോർട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്തവണ നമ്മൾ നാട്ടിൽ പോകുന്നത് ഷാരുവിന്റെ സിസ്റ്ററുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഒരു 4-5 ദിവസം നാട്ടിലുണ്ട്. അപ്പൊ നാട്ടിൽ ചെന്നിട്ട് വേണം ഇനി നമുക്ക് വെഡ്ഡിങ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ. അപ്പൊ എല്ലാം ഭയങ്കര ക്വിക്കായിട്ട് വേണം ഇനി ചെയ്യാനൊക്കെ. ഒന്നിനും സമയമില്ല സത്യം പറഞ്ഞാൽ. അതും കല്യാണം കാശ്മീർ വെച്ചിട്ടാണ്. ആ ഒരു 5 ദിവസത്തിനുള്ളിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം വേണം പിന്നെ നമുക്ക് കാശ്മീർ പോകാൻ. അപ്പൊ വരുന്ന വഴിക്ക് നല്ല വിറ്റായിരുന്നു കേട്ടോ. ഏതോ ഒരു ഷോപ്പിന്റെ പേരാണ്, വിറ്റെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ തൽക്കാലം ലേറ്റ് ആയിട്ടൊരു കോഫിയും ക്രസോണൊക്കെ കഴിച്ച് ഒതുക്കി. ബാക്കി ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതിനുശേഷം ഗേറ്റിന്റെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കയറി. ഇനി കുറച്ച് ദിവസത്തേക്ക് നാട്ടിലെ വിശേഷങ്ങളും കല്യാണത്തിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം ട്ടോ.